ധാരാളം പ്രതിസന്ധികൾ മനുഷ്യ ജീവിതത്തിൽ നാം നേരിടേണ്ടതായി വരും. എല്ലാ പ്രതിസന്ധികളുടെ നടുവിലും നാം വിശ്വാസം പറയാൻ പഠിക്കണം. ഇവിടെ നെഹമ്യാവിന്റെ പുസ്തകത്തിൽ നിന്നാണ് ഒരു വാക്യം ഇന്ന് ധ്യാനിക്കാൻ പോകുന്നത്. നെഹമ്യാവിന്റെ പുസ്തകം 2-ാം അധ്യായം 20-ാമത്തെ വചനം. സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും, ആകയാൽ അവന്റെ ദാസന്മാരാകുന്ന ഞങ്ങൾ എഴുന്നേറ്റ് പണി. നമുക്ക് ഈ വചനത്തിന്റെ ചരിത്ര പശ്ചാത്തലം അറിയാം. ഇടിഞ്ഞു കിടക്കുന്ന മതില് പുതുക്കി പണിയാൻ നെഹമ്യാവിന്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം വരിക. ആ മതില് പൊളിച്ച് അതിനെ തീ വെച്ച് ചുട്ടുകളഞ്ഞ് വെന്ത് കിടക്കുന്ന ചണ്ടിക്കൂമ്പാരത്തിന് നടുവിൽ നിന്ന് മതില് പണിയാൻ ഒരു കൂട്ടം വരിക. പണി തുടങ്ങിയപ്പോൾ മുതൽ ശക്തമായ എതിരുകൾ വെളിപ്പെട്ടു. സൻബല്ലത്തും തോബിയാവും അനുയായികളും പണി പൂർത്തിയാകത്തില്ല, പണിയുന്ന പണിയെ കളിയാക്കി, ഒരു കുറുക്കൻ കയറിയാൽ ഈ മതിൽ ഇഴിഞ്ഞു വീഴുമെന്നൊക്കെ പറഞ്ഞ് അവരുടെ ധൈര്യം ചോർത്തിക്കളയുന്ന പ്രവർത്തികൾ മുമ്പിൽ വരുമ്പോഴും നെഹമ്യാവ് എന്ന ദൈവമനുഷ്യൻ ഉറക്കെ വിളിച്ചു പറയുകയാണ്, സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിച്ചു തരും. മുമ്പോട്ട് കർത്താവിനെ മുൻനിർത്തിക്കൊണ്ട് നീ ഒരു സ്റ്റെപ്പ് എടുത്തപ്പോ ഇല്ലാത്ത പ്രതിബന്ധം കൊടുങ്കാറ്റ് പോലെ നിനക്കെതിരെ അലയടിച്ചുയരുമ്പോൾ ലവലേശം പതറരുത്. ദൈവം കൂടെയിരുന്ന് ആ കാര്യം സാധിപ്പിച്ചു തരുമെന്ന് നിന്റെ മനസ്സിനെ പറഞ്ഞ് ഉറപ്പിക്കണം. എന്നെ കർത്താവ് ഒരു കാഴ്ച കാണിക്കുക. എന്തൊക്കെയോ ചിലർ തുടങ്ങാൻ പോകുന്നു, എന്തൊക്കെയോ ചിലർ തുടങ്ങിയിരിക്കുന്നു, എന്തൊക്കെയോ ചിലർ പൂർത്തീകരിക്കപ്പെടേണ്ട സമയമായി. ആ സ്ഥാനത്ത് ചിന്തിക്കാത്ത തലത്തിൽ നിന്ന് ചില പ്രതിബന്ധങ്ങൾ തലപൊക്കുകയാണ്. നെഹമ്യാവിനോട് ചേർന്ന് നീയും പറയണം, സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിച്ചു തരും. ഞാൻ ഇന്ന് വചനം കേൾക്കുന്നവരോട് പ്രവചിച്ചു പറയുക, സ്വർഗത്തിലെ ദൈവം ഈ ദിവസങ്ങളിൽ നീ ഏതു വിഷയത്തിൽ ഭാരപ്പെടുന്നോ ആ കാര്യം ദൈവം സാധിപ്പിച്ചു തരും. സ്തോത്രം. ആകയാൽ അവന്റെ ദാസന്മാരാകുന്ന ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. ചിലതൊക്കെ ചെയ്യാൻ നിനക്ക് അസാധാരണ കരുത്ത് ദൈവം തരും. കണ്ണുകളെ അടയ്ക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, നിന്റെ മക്കളെ പൊന്നുകരത്തിൽ ഏൽപ്പിക്കുക. തുടങ്ങാൻ പോകുന്നത്, തുടങ്ങി വെച്ചത് പൂർത്തീകരിക്കപ്പെടേണ്ടതിനെതിരെ ചില ദുഷ്ടശക്തികളും മനുഷ്യനും ഒന്നിച്ചു വെല്ലുവിളിക്കുമ്പോൾ നെഹമ്യാവിനെ പോലെ കാര്യം സാധിപ്പിച്ചു തരാൻ ദൈവമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മുന്നേറാൻ നിന്റെ മക്കൾക്ക് കൃപ കൊടുക്കണം. നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെടട്ടെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. നിശ്ചയമായി സ്വർഗത്തിലെ ദൈവം നിനക്ക് കാര്യം സാധിപ്പിച്ചു തരും. ഗോഡ് ബ്ലെസ് യു.